നമ്മുടെ ലോകത്ത് ഒരുപാട് ഏൻഷ്യന്റ് ആർക്കിടെക്ചേഴ്സ് ഉണ്ട്. അതിലൊരു 99.9% സംഭവങ്ങൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലും ഒരു 0.1% സംഭവങ്ങൾ നമുക്ക് ഇതുവരെയായിട്ടും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അതിലൊരു എക്സാമ്പിൾ ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഈജിപ്തിന്റെ ഗ്രേറ്റ് പിരമിഡ്സിൽ നിന്ന് ഒരു 410 കിലോമീറ്റർ മാറിയിട്ട് അബിഡോസ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ഒസൈറിയോൺ എന്ന് പേരുള്ള ഒരു സ്ട്രക്ചറുണ്ട്. ഒസൈറിയോൺ എന്ന് പറയുന്ന ഈ ഒരു ഏൻഷ്യന്റ് ആർക്കിടെക്ചർ പിരമിഡ്സ് പണിയുന്നതിന് മുമ്പേ ഉള്ള ഒരു സ്ട്രക്ചർ ആണെന്നാണ് എസ്റ്റിമേറ്റ്സ് പറയുന്നത്. അതും ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ടെക്നോളജി നിങ്ങളൊന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കിളി പോകും. മോഡേൺ ഡേ സയന്റിസ്റ്റുമാർക്കും ആർക്കിയോളജിസ്റ്റുകൾക്കും റിസർച്ചേഴ്സിനും ആർക്കും തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് എക്സ്ട്രാordinary ഫീച്ചേഴ്സ് ഉള്ള ഒരു അമേസിംഗ് സ്ട്രക്ചർ തന്നെയാണ് ശരിക്കും ഇത്. ഒസൈറിയോണിൽ എത്തുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ആദ്യത്തെ ഒരു തോട്ട് എന്താ വെച്ചാൽ ടിപ്പിക്കൽ ആയിട്ടുള്ള ഏൻഷ്യൻ ഈജിപ്ഷ്യൻ സ്ട്രക്ചറിനായിട്ട് വളരെയധികം ഡിഫറെന്റ് ആണ്. അതായത് ഇതിന്റെ സ്ട്രക്ചർ ഇരിക്കുന്നത് ഭൂമിക്ക് അടിയിലാണ്. ഈ ഒരു സ്ട്രക്ചറിന്റെ ബേസ് പ്ലാറ്റ്ഫോം നിൽക്കുന്നത് സർഫസ് ലെവലിൽ നിന്ന് ഒരു 15 അടി താഴെയാണ്. അതും ഈ ഒരു സ്ട്രക്ചർ പണിതിരിക്കുന്നത് നോർമലായിട്ട് കണ്ടുവരുന്ന ലൈം സ്റ്റോൺസ് ഉപയോഗിച്ചിട്ടല്ല, വളരെയധികം ഹാർഡായിട്ടുള്ള ഗ്രാനൈറ്റ്സ് ഉപയോഗിച്ചിട്ടാണ്. ഗ്രാനൈറ്റ് ലൈം സ്റ്റോൺസ് തമ്മിലുള്ള വ്യത്യാസം എന്താ വെച്ചാൽ ലൈം സ്റ്റോൺസ് ഗ്രാനൈറ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഈസിയർ ആണ് വർക്ക് ചെയ്യാൻ. പക്ഷെ ഗ്രാനൈറ്റ് അത്യാവശ്യം കട്ടിയുള്ളതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രിമിറ്റീവ് ടൂൾസും കൊണ്ട് നമുക്ക് ഷേപ്പ് ചെയ്യാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഗ്രാനൈറ്റ് കൊണ്ടുള്ള ആർക്കിടെക്ചർ അത്യാവശ്യം ചെറിയ രീതിയിലൊക്കെ കണ്ടുവരുള്ളൂ. പക്ഷേ ഈ ഒരു കേസിൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു കട്ടയുടെ ഭാരം എന്ന് പറയുന്നത് ഏകദേശം 100ഓളം ടൺ വരുന്നതാണ് പറയുന്നത്. ഒസൈറിയോന്റെ ഫോട്ടോസ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 2 ലെയർ റൂഫിംഗ്, അതായത് ഡബിൾ ലെയർ റൂഫിംഗ് ആണ് കാണാൻ കഴിയുന്നത്. അതായത് ആദ്യത്തെ ലെയർ ആണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്, രണ്ടാമത്തെ ലെയർ ആണ് അതിന്റെ ടോപ്പ് ലെയർ റൂഫിംഗ് എന്ന് പറയുന്നത്. അതും ഈ റൂഫിംഗ് നിൽക്കുന്നത് ഇത്തരത്തിലുള്ള മാസീവ് ആയിട്ടുള്ള ഗ്രാനൈറ്റ് ബ്ലോക്സിലൂടെയാണ്. അതും ഈ റൂഫിംഗ് കാര്യങ്ങളെല്ലാം ഗ്രാനൈറ്റും കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ മിസ്റ്ററി എന്താ വെച്ചാൽ ഇത്രയും പഴക്കമുള്ള ഈ ഒരു സ്ട്രക്ചർ എങ്ങനെയാണ് പണി തീർത്തത്? നിങ്ങൾ എന്നെ ഒന്ന് നോക്കി നോക്കാം. 100ഓളം ടൺ വരുന്ന ഈ ഒരു കല്ല് എങ്ങനെയാണ് ഈ ഒരു പില്ലറിന്റെ മുകളിൽ കയറ്റി വെച്ചത്? എന്നിട്ട് അതിന്റെ മുകളിൽ എങ്ങനെയാണ് അടുത്ത കല്ലും കൂടി കയറ്റി വെച്ചിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയെടുത്തത്? വേറൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് എന്താ വെച്ചാൽ ഈ പറഞ്ഞ ഗ്രാനൈറ്റ് ബ്ലോക്സും കാര്യങ്ങളെല്ലാം ഏകദേശം 250-300 കിലോമീറ്റർ അപ്പുറത്തെടുക്കുന്ന അസ്വാൻ എന്ന പേരുള്ള ഒരു സ്ഥലത്ത് നിന്നാണ് കൊണ്ടുവന്നത്. അപ്പൊ നിങ്ങൾക്കൊരു സംശയം ഉണ്ടായിരിക്കും, നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ നദിയായിട്ടുള്ള നൈൽ റിവറിന്റെ സഹായത്തോടെ ആയിരിക്കും ഈ ഒരു ഇത്രയും ഭാരമുള്ള കല്ലുകളും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ളതെന്നുള്ളത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ നൈൽ റിവറിൽ നിന്ന് ഒരുപാട് കിലോമീറ്ററുകൾക്ക് അപ്പുറമാണ് ഈ ഒരു സ്ട്രക്ചർ കിടക്കുന്നത്. അതും ഈ ഒരു സ്ട്രക്ചർ നിൽക്കുന്നത് വളരെ ഡെസേർട്ടഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ്. അതായത് ഒരു തുള്ളി വെള്ളം പോലും കണ്ടുവരാത്ത ഒരു വരണ്ട ഒരു സ്ഥലത്താണ് ശരിക്കും നിൽക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു സ്ട്രക്ചർ ഇവിടെ പണിയേണ്ട ആവശ്യം? ഇതിന്റെ പേർപ്പസ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കി നോക്കാം. ഒരുപാട് എസ്റ്റിമേറ്റ്സ് പറയുന്നത് ഈ ഒരു സ്ട്രക്ചർ ഗ്രേറ്റ് പിരമിഡ്സ് പണിയുന്നതിന് മുമ്പേ ഉള്ള ഒരു സ്ട്രക്ചർ ആണെന്നാണ്. അതായത് വളരെ പ്രിമിറ്റീവ് ആയിട്ടുള്ള ടൂൾസ് ഉപയോഗിച്ച് മാത്രം പണി തീർത്ത ഒരു സംഭവമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതും ഗ്രേറ്റ് പിരമിഡ്സുമായിട്ടുള്ള ഒരു കണക്ഷൻ എന്താ വെച്ചാൽ ഗ്രേറ്റ് പിരമിഡ്സിന്റെ അകത്ത് ഈ പറയുന്ന പോലെ ഒരു തരത്തിലുള്ള ഹൈറോഗ്ലിഫ്സോ പെയിന്റിങ്സോ ആർട്ട് വർക്ക്സോ ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല. അതുപോലെ തന്നെയാണ് ഇവിടെ. അതായത് ഇതിന്റെ അകത്ത് ഈ പറയുന്ന ചുമർ ചിത്രങ്ങളോ ഹൈറോഗ്ലിഫ്സോ ഒന്നും തന്നെ ഒരു സൈൻ പോലും ഇതിന്റെ അകത്തില്ല. അതുകൊണ്ട് തന്നെ ഏൻഷ്യന്റ് ഈജിപ്ഷ്യൻ കൾച്ചറൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിലും ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണോ, ഇതിന്റെ യൂസ് എന്താണോ, ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്ക് ഒരു ഐഡിയ ഇല്ല. ഇത്രയും കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ നിറയെങ്കിലും ശരിക്കും ദുരൂഹതകൾ സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. ഏതൊരു സയൻസ് സ്ട്രീം പഠിക്കുകയാണെങ്കിലും അവിടെ ഹൈഡ്രോ ഡൈനാമിക്സ് അല്ലെങ്കിൽ ഫ്ലൂയിഡ് ഡൈനാമിക്സ് ഒക്കെ നമ്മൾ പഠിക്കേണ്ടി വരും. അതായത് വെള്ളത്തിന്റെ ഫ്ലോനെ പറ്റിയിട്ടും അതിന്റെ പ്രഷറിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ എന്തായാലും പഠിക്കേണ്ടി വരും. അത്തരത്തിലുള്ള അറിവുകളൊക്കെ നമുക്ക് ടെക്സ്റ്റ് ബുക്കുകളിലൂടെ പഠിക്കാനുള്ളതിന്റെ റീസൺ ഒരുപാട് നാളത്തെ നമ്മുടെ റിസർച്ചും കാര്യങ്ങളൊക്കെയാണ്. എന്തുകൊണ്ടാണ് ഹൈഡ്രോ ഡൈനാമിക്സ് ഈ മരുഭൂമിയുടെ നടുക്കൊണ്ടിട്ടേന്നല്ല ഞാൻ പറഞ്ഞത്. ഈ ഒരു സ്ട്രക്ചറിന്റെ നടുക്ക് നമുക്ക് വെള്ളം കാണാൻ പറ്റും. മരുഭൂമിയുടെ നടുക്ക് കിടക്കുന്ന ഈ ഒരു ഒറ്റപ്പെട്ട് കിടക്കുന്ന ഈ ഒരു സ്ഥലത്ത് നമുക്ക് വെള്ളം കാണാൻ പറ്റും. അതും വെറും വെള്ളമല്ല, ഒരു മാജിക്കൽ ആയിട്ടുള്ള ഒരു വെള്ളം തന്നെയാണ്. അതെന്താണെന്ന് ഞാൻ വീടിന്റെ അവസാനം പറഞ്ഞുതരാം. ഇത്തരം ലോ ലൈങ് ഏരിയസിൽ എന്തായാലും വെള്ളം വരും. അതായത് അക്വിഫയേഴ്സ് അല്ലെങ്കിൽ ബെഡ് റോക്കിന്റെ അകത്തൂടെ ഇപ്പൊ നമ്മുടെ കിണറിൽ വെള്ളം ഫിൽ ആവുന്നില്ലേ, അതേ പ്രിൻസിപ്പിളോടെ വെള്ളം വരുന്നൊക്കെ ആയിരിക്കും നിങ്ങളുടെ മനസ്സിലേക്ക് ഉണ്ടാവുക. പക്ഷെ ഇവിടെ ചെറിയൊരു കുഴപ്പമുണ്ട്. ഒന്നാമത് ഈ ഒരു സംഭവം ഡെസേർട്ടിന്റെ നടുക്കാണ് കിടക്കുന്നത്. പിന്നെ രണ്ടാമത് നൈൽ റിവർ ഒരുപാട് ദൂരത്താണ് ഉള്ളത്. അപ്പൊ ഈ വെള്ളം എവിടെ നിന്നാണ് വരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സീസ്മിക് സ്റ്റഡീസ് ഒക്കെ ഇവിടെ നടത്തിയായിരുന്നു. അതായത് വൈബ്രേഷൻസ് ഉപയോഗിച്ച് നമുക്ക് ഇതിന്റെ അകത്തുള്ള എക്സ്റേ എടുക്കുന്ന പോലത്തെ സിറ്റുവേഷൻ ഇവിടെ നടത്തിയായിരുന്നു. ഇതിന്റെ റിസൾട്ട് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഇമ്പോർട്ടന്റ് ഫാക്ട് എന്താ വെച്ചാൽ ഇതിന്റെ ഒരു താഴ്ച 15 അടിയാണ്. അതായത് സർഫേസിന്റെ 15 അടിയാണ് ഇതിന്റെ ഒരു ആദ്യത്തെ പ്ലാറ്റ്ഫോം വരെ ഉള്ളത്. അതിൽ നിന്നും ഒരു 50 അടി പിന്നെ താഴോട്ട് ഈ ഒരു സ്ട്രക്ചർ പോകുന്നുണ്ടെന്നാണ് സൈസ്മിക് സ്റ്റഡി പറയുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇത്ര നാൾ നമ്മൾ അതിന്റെ സർഫസ് മാത്രമേ തൊട്ട് കളിച്ചിട്ടുള്ളൂ. അതിന്റെ അകത്തുള്ള രഹസ്യങ്ങളൊന്നും നമ്മൾ ഇതുവരെയായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നില്ല. അതും സൈസ്മിക് സ്റ്റഡി പറയുന്ന വേറൊരു ഇമ്പോർട്ടന്റ് ഫാക്ട് എന്താ വെച്ചാൽ ഇതിന്റെ അടിയിൽ ജസ്റ്റ് ഒരു കുഴി മാത്രമല്ല, ഒരുപാട് ചേംബേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള കല്ലറകളും ടണൽസ് ഒക്കെയാണ് ഈ സൈസ്മിക് ടെസ്റ്റിലൂടെ അവർക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റിയത്. ഇപ്പോഴും നിങ്ങൾക്ക് വലിയ കാര്യമായിട്ടൊന്നും തോന്നിയിട്ടുണ്ടാവില്ല, പക്ഷേ കുറച്ചുകൂടി കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം.
അപ്പൊ ഇതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരേ ഒരു മാർഗമുള്ളൂ, ഇവിടെയുള്ള വെള്ളമൊക്കെ പുറത്തേക്ക് പമ്പ് ചെയ്ത് കളഞ്ഞാൽ മതി അല്ലെ. അതുകൊണ്ട് തന്നെ ആ കാലത്ത് കിട്ടാവുന്ന ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള പമ്പ് അവിടെ കൊണ്ടുവന്നിട്ട് അവിടുത്തെ വെള്ളം മുഴുവൻ ഡ്രെയിൻ ചെയ്ത് പുറത്തേക്ക് കളയാൻ നോക്കി. അപ്പോഴാണ് ഇവർ വേറൊരു കാര്യം ഒബ്സർവ് ചെയ്തത്, ഈ വെള്ളത്തിന്റെ ലെവല് തീരെ കുറയുന്നുണ്ടായിരുന്നില്ല. അതായത് ഞാനിപ്പോ 1 ലിറ്റർ വെള്ളം അതിൻ്റെ അകത്ത് നിന്ന് പമ്പ് ചെയ്ത് പുറത്തേക്ക് വിട്ടിട്ടുണ്ടെങ്കിൽ 1 ലിറ്റർ വെള്ളം എവിടെന്നോ ഈ ഒരു പൂളിനകത്ത് നിറയുന്നുണ്ട്. അതിന്റെ അർത്ഥം ഈ ഒരു സ്ട്രക്ചറിന്റെ അകത്തേക്ക് കണ്ടിന്യൂസ്ലി വെള്ളം ഇങ്ങനെ റീപ്ലനിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് എവിടെ നിന്നാണെന്നുള്ളതാണ് നമുക്ക് ഇനി നോക്കാനുള്ളത്. അത് കണ്ടുപിടിക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്താ വെച്ചാൽ തൊട്ടടുത്തുള്ള അരുവികളോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള കിണറുകളിലത്തെ വെള്ളം ടെസ്റ്റ് ചെയ്തിട്ട് ആ വെള്ളത്തിന്റെ കോമ്പോസിഷനും ഒസീരിയോണിൽ കണ്ടുവരുന്ന വെള്ളത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് രണ്ട് സെയിം ആണെന്ന് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ഈ വെള്ളത്തിന്റെ സ്രോതസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഇപ്പൊ ഈ പറയുന്ന ബെഡ് റോക്കിൽ നിന്നാണോ അക്വഫയറിൽ നിന്നാണോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിന്റെ റിസൾട്ട് എന്താണ് പറയുന്നത് വെച്ചാൽ ഈ രണ്ട് വെള്ളവും തമ്മിൽ ഒരു ബന്ധമില്ല. അതായത് വെള്ളത്തിന്റെ ബേസിക് സ്ട്രക്ചർ ഒഴിച്ച് ബാക്കിയുള്ള കോമ്പോസിഷൻ എല്ലാം വളരെ ഡിഫറെന്റ് ആയിട്ടാണ് എല്ലാവരും പറയുന്നത്. അതും ഇതിന്റെ ടെമ്പറേച്ചർ അടക്കം ഡിഫറെന്റ് ആയിരുന്നു. അതും വേറൊരു ഫാക്ടർ എന്താ വെച്ചാൽ ഈ വെള്ളം വെറുതെ ഇങ്ങനെ നിറയുന്നതല്ല, പ്രഷറൈസ്ഡ് വാട്ടറാണ് നിറയുന്നത്. അതായത് ഒരു തരത്തിൽ പൈപ്പ് അല്ലെങ്കിൽ ഇതിന്റെ മോട്ടർ വഴി നമ്മളിങ്ങനെ വെള്ളം അടിക്കുമ്പോൾ പ്രഷർ ഉണ്ടാവില്ലേ, ആ തരത്തിൽ ഫോഴ്സോടു കൂടിയാണ് വെള്ളം ഈ ഒരു ടാങ്കിന്റെ അകത്ത് ഈ ഒരു പൂളിലേക്ക് നിറയുന്നത്. ഇത്രയും ഏൻഷ്യന്റ് ആയിട്ടുള്ള ആർക്കിടെക്ചറിന്റെ അകത്ത് ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫ്ലൂയിഡ് ഡൈനാമിക്സ് ഒക്കെ അവർക്ക് എങ്ങനെ സാധിച്ചു? ഇത് വളരെ കൗതുകകരമായിട്ടുള്ള സ്ട്രക്ചർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഹിസ്റ്റോറിയൻസിനെയും ആർക്കിയോളജിസ്റ്റിനെയൊക്കെ വളരെയധികം അട്രാക്ട് ചെയ്തിട്ടുള്ള ഒരു സൈറ്റ് കൂടിയാണ്. അവിടെ ഏകദേശം 24ഓളം വർഷങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു മനുഷ്യനാണ് ജെയിംസ് വെസ്റ്റർമാൻ. ഇദ്ദേഹം ഒരു ഹിസ്റ്റോറിയനും റിസർച്ചറും ആർക്കിയോളജിസ്റ്റും ഒക്കെയാണ്. അപ്പൊ നേരത്തെ പറഞ്ഞ പമ്പൊക്കെ ഉപയോഗിച്ച് വെള്ളം പുറത്തേക്ക് കളഞ്ഞില്ലേ, അത് ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിരുന്നു. ഇതിന് ശരിക്കുള്ള സീക്രട്സ് എല്ലാം പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് 2023 വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഇവർ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇവർ കൊണ്ടുവന്ന എക്യുപ്മെന്റ്സ് ഉപയോഗിച്ച് ടെമ്പറേച്ചർ, പ്രഷർ, അവിടെയുള്ള ക്യാരക്ടറിസ്റ്റിക്സും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആ വെള്ളത്തിന്റെ ഡൈനാമിക്സും കാര്യങ്ങളെല്ലാം നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുമായിരുന്നു. സർപ്രൈസസ് ഒന്നുമില്ല, നേരത്തെ പോലെ തന്നെ റിസൾട്ട്സ് വളരെ സിമിലർ ആയിരുന്നു. അതായത് പ്രഷറൈസ്ഡ് ആയിട്ടുള്ള വെള്ളമാണ് ഈ സംഭവത്തിനകത്ത് നിൽക്കുന്നത്. അതുമാത്രമല്ല ഇവിടെ കണ്ടുവരുന്ന വെള്ളത്തിന് അത്യാവശ്യം ചൂടുണ്ട്. ചുറ്റുപാടുള്ള ജലസ്രോതസ്സൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടുത്തെ ടെമ്പറേച്ചറിനായാലും ഒരു 10 ഡിഗ്രി എങ്കിലും ടെമ്പറേച്ചർ ഇവിടെ വ്യത്യാസമുണ്ട്. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ വെള്ളം എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ളത് ഇവർക്ക് ഇതുവരെയായിട്ട് ഒരു ഐഡിയയും കിട്ടിയിട്ടില്ല. അതും ഈ വെള്ളം പ്രഷറൈസ്ഡ് വാട്ടർ ആണ്, അതിനോടൊപ്പം ഈ വെള്ളത്തിന്റെ ടെമ്പറേച്ചറിനും വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത് മൂന്നും കൂടി ആലോചിക്കുമ്പോൾ ഇത് എങ്ങനെ ഇവർക്ക് സാധിച്ചു എന്നുള്ളൊരു ചോദ്യമാണ്. എങ്ങനെയെന്നുള്ളതിനുപരി ഇത് എന്തിനായിരിക്കും ഉപയോഗിച്ചത്, എന്തിനാണ് ഇത്രയും ഏൻഷ്യന്റ് ആയിട്ടുള്ള ആർക്കിടെക്ചറിന് ഇത്തരത്തിലുള്ള ക്യാരക്ടറിസ്റ്റിക്സ്, ഇത്തരത്തിലുള്ള ഫീച്ചേഴ്സിന്റെ ഒക്കെ ആവശ്യം എന്താണ്? കാഴ്ചയിൽ ഇത് വളരെ ഡിസ്കസ്റ്റിംഗ് ആയിട്ട് തോന്നുമെങ്കിലും ഈ വെള്ളം ശരിക്കും നമുക്ക് കുടിക്കാൻ പറ്റും. അതായത് ഡ്രിങ്കബിൾ ആയിട്ടുള്ള വാട്ടർ ആണ് ഇത്. അതായത് പ്രോപ്പറായിട്ട് ഫിൽട്ടർ ചെയ്യുകയാണെങ്കിൽ ഈ വാട്ടർ ഡ്രിങ്ക് സേഫ് ആണ്. ഇത്രയും വർഷം ജെയിംസിന്റെ പുറകെ ആയതുകൊണ്ട് തന്നെ ഈ വെള്ളത്തിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഈ വെള്ളം പ്യൂരിഫൈ ചെയ്തിട്ട് ഒന്ന് കുടിച്ചു നോക്കി. നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്ന അറിയില്ല, ആദ്യം ഇത് കേട്ടപ്പോൾ ഞാനും വിശ്വസിച്ചില്ല. ഈ വെള്ളം പുള്ളി കുടിക്കാൻ തുടങ്ങിയ പിന്നെ പുള്ളിയുടെ ഐസൈറ്റ്, കാഴ്ച ശക്തി വളരെയധികം കൂടിയതായിട്ട് സയന്റിഫിക്കലി തെളിയിച്ചതാണ്. ചൈൽഡ്ഹുഡ് മുതലേ പുള്ളി കണ്ണാടി വെക്കുന്നുണ്ടായിരുന്നു, അതായത് കണ്ണിന് എന്തോ വിഷന് പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ ഈ വെള്ളം കുടിക്കാൻ തുടങ്ങിയ പിന്നെ പുള്ളിയുടെ ഐസൈറ്റ് വളരെയധികം ഇംപ്രൂവ്ഡ് ആയെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇദ്ദേഹത്തിന്റെ തോന്നൽ മാത്രമാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം കണ്ണുകൊണ്ട് ടെസ്റ്റ് ചെയ്ത് നോക്കി. അപ്പൊ ഇദ്ദേഹത്തിന്റെ കണ്ണിന് വളരെയധികം ഇംപ്രൂവ്മെന്റ് ഉണ്ട്. മെഡിക്കലി ഇംപ്രൂവ് ചെയ്തിട്ടുള്ള ഒരു ഫാക്ട് ആണ്. അതായത് ഈ വെള്ളത്തിന് എന്തൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. പിരമിഡ്സ് തുടങ്ങി ഒട്ടുമിക്ക ഏൻഷ്യന്റ് ആയിട്ടുള്ള ഈജിപ്ഷ്യൻ സ്ട്രക്ചേഴ്സിനെ പ്രീഡേറ്റ് ചെയ്യുന്ന ഒരു സ്ട്രക്ചർ ആണ് ഇത്. ഇതിനകത്ത് കണ്ടുവരുന്ന ടെക്നോളജി ആവട്ടെ വളരെയധികം അഡ്വാൻസ്ഡ് ആണ്. ആ ഒരു കാലഘട്ടം വെച്ച് നോക്കുമ്പോൾ ഒടുക്കത്തെ അഡ്വാൻസ്ഡ് ആണ്. അപ്പോൾ ഇവിടുത്തെ ചോദ്യം എന്താ വെച്ചാൽ ഇതൊക്കെ എന്തിനാണ് പണിതത്? എന്ത് പേർപ്പസ് ആണ് ശരിക്കും ഇത് സെർവ് ചെയ്യുന്നത്? എന്ത് ഇമ്പോർട്ടൻസ് ആണ് ശരിക്കും ഇതിനുള്ളത്? എങ്ങനെയാണ് ഇത്രയും കാലങ്ങൾക്ക് മുമ്പ് മനുഷ്യർക്ക് ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി കിട്ടിയത്? അതൊക്കെ ഇപ്പോഴും ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മൾ ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്സിലൊന്നും പറയാത്ത വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഏൻഷ്യന്റ് സിവിലൈസേഷൻ നമ്മുടെ ഭൂമിയിൽ ജീവിച്ചിരുന്നു അല്ലെങ്കിൽ എക്സിസ്റ്റ് ചെയ്തിരുന്നു എന്നുള്ളതിനൊരു തെളിവായിട്ട് നമുക്ക് ഇതൊക്കെ കൺസിഡർ ചെയ്യാൻ പറ്റും. അതായത് ഇപ്പൊ അറ്റ്ലാന്റിസ് ആയിക്കോട്ടെ, മയൻ സിവിലൈസേഷൻ ആയിക്കോട്ടെ, നമ്മുടെ സ്വന്തം ഈജിപ്റ്റ് ആയിക്കോട്ടെ, ഇന്ത്യൻ കൾച്ചർ ആയിക്കോട്ടെ, എല്ലാത്തിലും തന്നെ ഇത്തരത്തിലുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് അങ്ങ് കാണാൻ പറ്റും. നമ്മുടെ എല്ലോറ കേസ് തന്നെ ഒന്ന് എടുത്തു നോക്കാം. അത് ശരിക്കും ഓപ്പോസിറ്റ് രീതിയിലാണ് പണിതിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചേഴ്സ് പണിയണമെങ്കിൽ ഒരുപാട് വർഷത്തെ പ്ലാനിങ് തന്നെ വേണ്ടി വരും. അതേപോലെയാണ് പിരമിഡ്സ് ഇൻ ജനറൽ, അതായത് മയൻസ് ആയിക്കോട്ടെ, ഈ പറയുന്ന ഈജിപ്ഷ്യൻസ് ആയിക്കോട്ടെ, എല്ലാം തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള ടാസ്ക് ആണ്. ഇതൊക്കെ സോളിഡ് ആയിട്ടുള്ള എവിഡൻസ് ആണ്. നമ്മുടെ ലോകത്ത് എന്തോ നടന്നിട്ടുണ്ട്, അത് നമുക്ക് ആർക്കും അറിയാൻ പറ്റുന്നില്ല, നമുക്ക് ആർക്കും മനസ്സിലാക്കാനും കഴിയുന്നില്ല. എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ഇവർക്ക് കൊടുത്തത് അല്ലെങ്കിൽ ഇവർക്ക് കിട്ടിയത് ദൈവങ്ങളിൽ നിന്നാണെന്നാണ് ഇവരുടെ ടെക്സ്റ്റുകളിൽ നിന്നും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നത്. ഈ ദൈവങ്ങൾ എന്ന് ഇവർ ഉദ്ദേശിക്കുന്ന ആ ഒരു എൻറ്റിറ്റി അത് ശരിക്കും പറഞ്ഞാൽ ഏൻഷ്യന്റ് ആസ്ട്രോണോട്സ് ആവാനാണ് സാധ്യത. അതിലേക്കുള്ള പ്രൂഫൊക്കെയാണ് ഞാൻ എല്ലാ വീഡിയോസിലും ഇങ്ങനെ നിരത്തുന്നത്. ഇതൊക്കെ കേട്ടിട്ടും കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് മാക്സിമം കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. ഒസൈറിയോനെ പറ്റി നിങ്ങൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നതെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. ഈ സീരീസിന്റെ അടുത്ത വീഡിയോ ഒക്കെ ആയിട്ട് നിങ്ങൾ എന്തായാലും വെയിറ്റ് ചെയ്ത, കാരണം അത്രയ്ക്ക് കിടിലം എവിഡൻസ് ആണ് എന്റെ കൈവശമുള്ളത്.
അപ്പോൾ നമുക്ക് നല്ലൊരു ടോപ്പിക്കായിട്ട് ഇനി അടുത്ത വീഡിയോ കാണാം.